തന്റെ മരണം വ്യാജമായി കാണിച്ചു. അയാളുടെ വ്യാജ ശവസംസ്കാര ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള നിരവധി ധനികർ ഒത്തുകൂടിയിരുന്നു. പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ആളുകൾ അയാളെ ജീവനോടെ അടക്കം ചെയ്തു. താൻ മരിച്ചിട്ടില്ലെന്ന് അറിയുന്ന ഒരേയൊരു വ്യക്തിയായി തന്റെ ഉറ്റ സുഹൃത്തിനെ അയാൾ വിളിച്ചു. ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും എന്ന് സുഹൃത്ത് അയാളോട് പറഞ്ഞു. സുഹൃത്ത് ഒരു കൈക്കോട്ടെടുത്ത് അയാളെ പുറത്തെടുക്കാൻ പുറപ്പെട്ടു. പക്ഷേ വഴിയിൽ അയാൾക്ക് ഒരു അപകടം സംഭവിക്കുകയും അവന്റെ കോൾ കട്ടാകുകയും ചെയ്തു. കല്ലറയിൽ അടക്കം ചെയ്ത ആൾക്ക് വല്ലാത്ത ഭയമായി. ഈ ആരാണ് തന്നെ രക്ഷിക്കുക എന്ന് അയാൾ ചിന്തിച്ചു. കാരണം താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മറ്റാർക്കും അറിയില്ലായിരുന്നു. ഭയം കാരണം അയാൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. അയാളുടെ ഭാര്യ കാരണം അയാൾ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. താൻ മരിച്ചുവെന്ന് എല്ലാവരെയും വിശ്വസിക്കാൻ അയാൾ മരണം വ്യാജമായി കാണിക്കുകയായിരുന്നു. അയാൾ ശവപ്പെട്ടിയിൽ കിടന്ന് സ്വയം മരുന്ന് കുത്തിവെച്ചു. അത് കുറച്ചുനേരം അയാളെ അബോധാവസ്ഥയിലാക്കുകയും 2 മണിക്കൂറിന് ശേഷം ബോധം തിരികെ കൊണ്ടുവരികയും ചെയ്തു. ബോധം തിരികെ ലഭിച്ചപ്പോൾ തന്നെ സഹായിക്കാൻ മുൻകാമുകിയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കോൾ കിട്ടിയില്ല. ഒടുവിൽ കോൾ കണക്ട് ചെയ്യുകയും താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ അവൾ ഞെട്ടുകയും സന്തോഷിക്കുകയും ചെയ്തു. അയാളെ രക്ഷിക്കാൻ അവൾ സെമിത്തേരിയയിലേക്ക് പോയി. പക്ഷേ അവിടെയുള്ള ജീവനക്കാർ ഒരു കൈക്കോട്ടുമായി കുഴിക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്ന് കരുതി അവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അയച്ചു. അതിനുശേഷം അയാൾ സെമിത്തേരിയയിലെ ഒരു ജീവനക്കാരനെ വിളിച്ചു. താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ജീവനക്കാരൻ അത് വിശ്വസിച്ചില്ല. അയാൾ സ്വന്തം വീഡിയോ പോലും അയച്ചു കൊടുത്തു. പക്ഷേ ജീവനക്കാരൻ അത് AI ഉണ്ടാക്കിയ വ്യാജ വീഡിയോ ആണെന്ന് കരുതി. ഫോണിന്റെ ബാറ്ററി തീരാറായപ്പോൾ അയാൾ കൂടുതൽ നിരാശയാവുകയും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. അയാൾ അവസാനത്തെ സന്ദേശം റെക്കോർഡ് ചെയ്ത് പരിക്കേറ്റ സുഹൃത്തിന് അയച്ചു. താമസിയാതെ അയാളുടെ സുഹൃത്ത് എങ്ങനെയോ അവിടെ എത്തുകയും കൈക്കോട്ട് ഉപയോഗിച്ച് അയാളെ പുറത്തെടുക്കുകയും ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ അയാളെ കണ്ട് കുടുംബം മുഴുവനും ഞെട്ടുകയും സന്തോഷിക്കുകയും ചെയ്തു. നിങ്ങൾ മരിച്ചതല്ലായിരുന്നോ എന്ന് ആരോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ എന്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നുവെന്ന്.